ഫലസ്തീനികളെ സഹായിക്കാൻ ഇസ്രായേലിലേക്ക് കടന്നുകയറാൻ മടിക്കില്ലെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗാൻ. ഇസ്രായേലിലേക്ക് അധിനിവേശം നടത്തിയാൽ എർദോഗാന് സദ്ദാം ഹുസൈന്റെ ഗതി വരുമെന്ന് ഇസ്രായേലും തിരിച്ചടിച്ചു. ഗസയിലെ ബുറൈജ്, നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പുകളിലെ ആയിരക്കണക്കിന് പേരെ ഇസ്രായേൽ കൂട്ടമായി ഒഴിപ്പിക്കുകയാണ്. ബി.കെ. സുഹൈൽ വിവരങ്ങൾ നൽകും. സുഹൈൽ, ഇത്രയും നാൾ തുർക്കി അതായത് എർദോഗാൻ നേരിട്ടൊരു ഇടപെടൽ ഈ യുദ്ധത്തിൽ നടത്തിയിരുന്നില്ല. ഇപ്പോൾ എർദോഗാന്റെ ഒരു സ്റ്റാൻഡ് എന്താണ് അതിനുണ്ടായ ഒരു സാഹചര്യം? അതിന് ഇസ്രായേലിന്റെ മറുപടിയും തിരിച്ചടിയും എങ്ങനെയാണ്? സൈഫുദ്ദീൻ, ഒക്ടോബർ 7-ന് ശേഷം, ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത്രയും ശക്തമായ ഭാഷയിൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ സംസാരിക്കുന്നത് ഇതാദ്യമായാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പലതരത്തിലുള്ള തിരിച്ചടികൾ തുർക്കിയിൽ എർദോഗാൻ നേരിട്ടിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി സ്വരം കടുപ്പിക്കാൻ എർദോഗാൻ തയ്യാറായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണിപ്പോൾ തീർച്ചയായും ഈ ഫലസ്തീനികൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ തീർക്കാൻ, ഫലസ്തീനികളെ സഹായിക്കാൻ ഇസ്രായേലിലേക്ക് വേണമെങ്കിൽ കടന്നുകയറാൻ വരെ തയ്യാറാണ് എന്ന് ഈ എർദോഗാൻ പ്രഖ്യാപിക്കുന്നത്. 2-3 അനുഭവങ്ങൾ, തുർക്കി നേരത്തെ ചെയ്തിട്ടുള്ള 2-3 അനുഭവങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് കൂടിയാണ് എർദോഗാൻ സംസാരിക്കുന്നത്. നാഗോർണോ കരബാഖ് മേഖലയിൽ, അതായത് അർമീനിയ യുദ്ധത്തിൽ നാഗോർണോ കരബാഖ് മേഖലയിലേക്ക് എങ്ങനെയാണോ തുർക്കി കടന്നു കയറിയത്, ആ രൂപത്തിൽ, അതേപോലെ തന്നെ ലിബിയയിൽ എങ്ങനെയാണ് തുർക്കി കടന്നു കയറിയത്, ആ രൂപത്തിൽ ഇസ്രായേലിലേക്കും കടന്നു കയറാൻ തങ്ങൾ തയ്യാറാണ് എന്ന് എർദോഗാൻ പ്രഖ്യാപിക്കുന്നു. ഈ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി ഇസ്രായേൽ ഇളകി മറിയുകയാണ്. ഇസ്രായേലിലെ പല നേതാക്കളും എർദോഗാനെതിരെ അതിശക്തമായ ഭാഷയിലാണ് സംസാരിച്ചത്. ഇത്തരമൊരു കടന്നുകയറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാഖിലെ സദ്ദാം ഹുസൈൻ എന്താണ് സംഭവിച്ചത്, അത് എർദോഗാനും സംഭവിക്കും എന്ന് അവർ തിരിച്ചടിക്കുന്നു. അതിന് തുർക്കിയുടെ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന ഒരു മറുപടി കൂടി പ്രസക്തമാണ്. യഥാർത്ഥത്തിൽ നെതന്യാഹുവിന് ഹിറ്റ്ലറുടെ ഗതി വരും എന്നുള്ള അർത്ഥത്തിൽ തുർക്കിയും പ്രതികരിക്കുന്നു. അതായത് ഹിറ്റ്ലർ ചെയ്യുന്ന വംശഹത്യയുടെ മറ്റൊരു പതിപ്പാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹിറ്റ്ലറുടെ ഗതിയാണ് യഥാർത്ഥത്തിൽ നെതന്യാഹുവിന് വരിക എന്നും തിരിച്ചടിക്കുന്നു. അപ്പോൾ അതിശക്തമായ രൂപത്തിൽ തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള വാഗ്വാദങ്ങൾക്ക് വേദിയാവുകയാണ്. അതോടൊപ്പം ഗസയിൽ അതിശക്തമായ ആക്രമണം ഇസ്രായേൽ തുടരുന്നുണ്ട്. നിരവധി അഭയാർത്ഥി ക്യാമ്പുകൾ, ബുറൈജ് പോലെയുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ കൂട്ടമായി ഒഴിപ്പിക്കുകയാണ്. ഖാൻ യൂനിസിലെ കിഴക്കൻ മേഖലയും തെക്കൻ മേഖലയും ഒഴിപ്പിച്ച ശേഷമാണ് ഇപ്പോൾ മറ്റു മേഖലകളിലേക്ക് കൂടി ഇസ്രായേൽ അവരുടെ കൂട്ടൊഴിപ്പിക്കൽ യത്നം തുടങ്ങിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഒഴിപ്പിക്കൽ ഭീഷണി മുഴക്കുന്നു, അതേ നിമിഷങ്ങളിൽ തന്നെ അവിടെ കനത്ത വ്യോമാക്രമണവും നടത്തുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഗസയിലാകെയുള്ളത്.